VSG's അക്കൗണ്ടിങ് സിംപ്ലിഫൈഡിൻ്റെ 18ാമത്തെ സെഷനിലേക്ക് സ്വാഗതം. അക്കൗണ്ടിങ് പ്രോസസ്സിൽ നമ്മൾ ട്രയൽ ബാലൻസിൻ്റെ പ്രിപ്പറേഷൻ വഴി പല വീഡിയോകളിലായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇന്ന് ഫൈനൽ അക്കൗണ്ട്സിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് തന്നെ ഈ പറയുന്ന ഫൈനൽ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയാണ്. ഫൈനൽ അക്കൗണ്ട്സ് ഇൻക്ലൂഡ്സ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഇതിൽ ഇന്ന് ട്രേഡിംഗ് അക്കൗണ്ടാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉൾപ്പെടെ ഉള്ള രണ്ട് അക്കൗണ്ടുകളാണ് ഇതിന് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് എന്നും ബാലൻസ് ഷീറ്റിനെ പൊസിഷൻ സ്റ്റേറ്റ്മെൻ്റ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിനകത്താണ് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ആയ രണ്ട് അക്കൗണ്ടുകൾ. ട്രേഡിംഗ് അക്കൗണ്ട് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനും അതുപോലെ ഗ്രോസ് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഗ്രോസ് കണ്ടാൽ ആ ഗ്രോസ് എന്ന് നമ്മൾ ടേം ചെയ്താൽ അതിൽ നിന്ന് എന്തെങ്കിലും മൈനസ് ചെയ്യാമുണ്ട് അല്ലെങ്കിൽ നെറ്റിലേക്ക് പോകണം എന്ന് കാണിക്കാനാണ് ഗ്രോസ് പറയാറ്. അപ്പോൾ അതുപോലെ ഇവിടെ തന്നെ ഗ്രോസ് പ്രോഫിറ്റ് കാണാൻ ട്രേഡിംഗ് അക്കൗണ്ടും നെറ്റ് പ്രോഫിറ്റ് കാണാൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സാധാരണ ഇവ പ്രിപ്പയർ ചെയ്യണത് ഒരു പീരീഡിലേക്കാണ്. പീരീഡ് സാധാരണ നമ്മൾ പറയുന്ന ഒരു വർഷത്തേക്കാണ്. ഈ വർഷം ഒന്നുകിൽ കലണ്ടർ ഇയർ ആകാം അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇയർ ആകാം. ഏത് വേണം തിരഞ്ഞെടുക്കാം. കലണ്ടർ ഇയർ എന്ന് പറഞ്ഞാൽ ജാനുവരി ടു ഡിസംബർ കലണ്ടറിൽ വരുന്ന വർഷം. ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 1 മുതൽ അടുത്ത വർഷം മാർച്ച് 31 വരെ. സാധാരണഗതിയിൽ ഈ ഫൈനാൻഷ്യൽ ഇയറാണ് തിരഞ്ഞെടുക്കുക. കാരണം ഈ ഇൻകം ടാക്സ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫൈനാൻഷ്യൽ ഇയറിലാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വർഷത്തേക്ക് ആ ഒരു പീരീഡിലേക്ക് എന്തെങ്കിലും റവന്യൂ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ എത്രമാത്രം റവന്യൂ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ ആ അക്കൗണ്ടിങ് പീരീഡിൽ എത്രമാത്രം ചിലവുണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ നെറ്റ് റിസൾട്ട് എന്താണ്, ഇതറിയാൻ വേണ്ടിയിട്ടാണല്ലോ ഈ രണ്ട് അക്കൗണ്ടുകളും പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലെ ഡെബിറ്റ് സൈഡിൽ എല്ലാ എക്സ്പെൻസുകളും, ക്രെഡിറ്റ് സൈഡിലെ റവന്യൂ, സെയിൽ ഉൾപ്പെടെയുള്ള റവന്യൂമാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. അതിൽ ഈ ട്രേഡിംഗ് അക്കൗണ്ടിനെ മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ വാങ്ങിയ വിലയും വിറ്റ വിലയും തമ്മിലുള്ള വ്യത്യാസം അറിയാനാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, ഈ പർച്ചേസ് നെറ്റ് പർച്ചേസ് എടുക്കുകയുള്ളൂ. നെറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ പർച്ചേസസ് മൈനസ് പർച്ചേസസ് റിട്ടേൺസ്. പിന്നെ ഈ പർച്ചേസിന് ചിലവായ തുക, ഇത് ഇത്രയും ഡെബിറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ സെല്ലിംഗ് പ്രൈസ് ആൻഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് ഈസ് ദ ഏർണിംഗ് ഓർ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ പർച്ചേസ് അതിന് ചിലവായ തുകയും ഡെബിറ്റ് ചെയ്യും, സെയിൽസും പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് ഞാൻ പറഞ്ഞു വരുന്നുണ്ട് ആണ് ക്രെഡിറ്റിൽ വരുന്നത്. ഇപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കാണണമെങ്കിൽ അതിൻ്റെ ഒരു ഫോർമുല പറയുകയാണെങ്കിൽ നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയാൻ കഴിയും. നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ ഗ്രോസ് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺസ് മൈനസ് എന്തെങ്കിലും ഡിസ്കൗണ്ടോ അലവൻസോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കുറയ്ക്കുമ്പോഴാണ് നെറ്റ് സെയിൽസ് കിട്ടുക. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കാണാൻ നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനകത്ത് പർച്ചേസസ് മൈനസ് പർച്ചേസസ് റിട്ടേൺസ് അല്ലെങ്കിൽ നെറ്റ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ്, അതിന് ആ പർച്ചേസിന് ചിലവായ തുകയും വരും, ചിലവായ തുക. ഇനി if the amount of sales exceeds the amount of purchases and the expenses directly connected with such purchases, the difference is termed as gross profit. On the contrary, if the purchase and direct expenses exceeds the sales, the difference is called gross loss. അതായത് പർച്ചേസും പർച്ചേസിന് ചിലവായ ഡയറക്റ്റ് എക്സ്പെൻസിനേക്കാളും കൂടുതൽ ആണ് സെയിൽസ് എമൗണ്ട് എങ്കിൽ
അവിടെ ഗ്രോസ് പ്രോഫിറ്റും. നേരെ തിരിച്ച് സെയിൽസ് എമൗണ്ട് കുറവും പർച്ചേസസും അതിന് ചിലവായ തുകയും കൂടുതലാണെങ്കിൽ ഗ്രോസ് ലോസുമായിരിക്കും. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറവുമായിരിക്കണം. കാരണം ക്രെഡിറ്റ് സൈഡിലാണ് സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും എഴുതാറ്, ഡെബിറ്റ് സൈഡിലാണ് ഓപ്പണിംഗ് സ്റ്റോക്കും പിന്നെ പർച്ചേസിന് ചിലവായ തുകയും എഴുതാറ്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ നിന്ന് ഡെബിറ്റ് സൈഡ് കുറയ്ക്കുമ്പോൾ അതൊരു ക്രെഡിറ്റ് ബാലൻസ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റാണ്. അതല്ല ഡെബിറ്റ് ബാലൻസ് ആണ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് സൈഡ് കൂടുതലാണ് വരുന്നതെങ്കിൽ അത് ഗ്രോസ് ലോസാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രോസ് ആണ് കിട്ടിയത് കൊണ്ട് ഈ എമൗണ്ട് ബിസിനസ്സുകാരനുള്ളതല്ല. ഇതിനകത്ത് കുറച്ച് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ കൂടെ പരിഗണിക്കാനുണ്ട്. ആ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് പരിഗണിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. അപ്പോൾ അവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഈ എക്സ്പെൻസും കൂടെ പരിഗണിച്ച് നെറ്റ് പ്രോഫിറ്റ് കാണുമ്പോഴാണ് ആ തുകയാണ് ശരിക്കും പറഞ്ഞാൽ ബിസിനസ്സുകാരനുള്ള റിട്ടേൺ. അപ്പോൾ ഈ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ മാത്രമായിട്ട് എടുത്ത് പോകാൻ ശ്രമിക്കുകയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വഴിയെ വരുന്നുണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും നോമിനൽ അക്കൗണ്ടിലാണ് നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുക. നമുക്കറിയാം നോമിനൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണമെങ്കിൽ അതൊരു എക്സ്പെൻസ് ആയിരിക്കും. നോമിനൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നത് ഇൻകം അല്ലെങ്കിൽ റവന്യൂ ആയിരിക്കും. അപ്പോൾ എക്സ്പെൻസസ് റിലേറ്റിംഗ് ടു അതർ പർച്ചേസ് ഓഫ് മാനുഫാക്ചറിങ് ഓഫ് ഗുഡ്സും ഈ ഡെബിറ്റ് സൈഡിൽ എഴുതും. അതായത് നമുക്കറിയാം, ഞാൻ ബിസിനസ്സിൻ്റെ കാര്യം പറയുമ്പോഴെല്ലാം പറയേണ്ടത് ഒന്നുകിൽ ഗുഡ്സ് മാനുഫാക്ചർ ചെയ്തിട്ട് വിൽക്കാം, അതല്ലെങ്കിൽ വാങ്ങിയിട്ടും വിൽക്കാം. അപ്പോൾ ഇതിനകത്ത് മാനുഫാക്ചർ ചെയ്യുമ്പോഴാണെങ്കിൽ ആ മാനുഫാക്ചറിങ്ങിന് വരുന്ന എക്സ്പെൻസുകൾ കൂടി നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇനി നമുക്ക് ഈ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസിനെ കുറിച്ചൊന്ന് പറഞ്ഞു പോകാം. ആദ്യത്തെ ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്കാണ്. പല പ്രാവശ്യം പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷത്തിൽ വിൽക്കാൻ ബാക്കി വന്ന ഗുഡ്സിൻ്റെ എമൗണ്ട്, ടോട്ടൽ എമൗണ്ടിനെയാണ് ആ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്നും അടുത്ത വർഷം അത് ഓപ്പണിംഗ് സ്റ്റോക്കായും മാറുന്നു. അപ്പോൾ അല്ലെങ്കിൽ ഒരു രീതി പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്കാണ് ഈ വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പോൾ ആ ഓപ്പണിംഗ് സ്റ്റോക്ക് ആദ്യത്തെ ഐറ്റമായിട്ട് എടുക്കണം ട്രേഡിംഗ് അക്കൗണ്ടിൽ. ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്കിനകത്ത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ വരും, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് വരും, പിന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സെമി ഫിനിഷ്ഡ് ഗുഡ്സും വരും. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, അത് മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ ഈ മൂന്നും ഓപ്പണിംഗ് സ്റ്റോക്കിനകത്ത് കൺസിഡർ ചെയ്യണം. രണ്ടാമത്തെ ഐറ്റം പർച്ചേസസ് ആണ്. നേരത്തെ പറഞ്ഞു പർച്ചേസസ് എന്ന് പറഞ്ഞാൽ നെറ്റ് പർച്ചേസസ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ വിൽക്കുവാൻ വേണ്ടി വാങ്ങുന്ന ഗുഡ്സാണ് നമ്മൾ ഈ പർച്ചേസസിനകത്ത് എടുക്കുക. പർച്ചേസസിൽ നിന്ന് സപ്ലയർക്ക് തിരിച്ചു കൊടുക്കുന്ന, വാങ്ങിയിട്ട് എന്തെങ്കിലും കാരണവശാൽ തിരിച്ചു കൊടുക്കുന്ന ഗുഡ്സിൻ്റെ എമൗണ്ടാണ് പർച്ചേസസ് റിട്ടേൺസ്, അല്ലെങ്കിൽ റിട്ടേൺസ് ഔട്ട്വേർഡ് എന്നും പർച്ചേസ് റിട്ടേൺസിന് അറിയപ്പെടും. അത് മൈനസ് ചെയ്തിട്ടാണ് പർച്ചേസസ് എടുക്കാറ്. പിന്നെ ടോട്ടൽ പർച്ചേസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിനകത്ത് ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസും എടുക്കണം. അങ്ങനെ പർച്ചേസ് എന്ന് പറയുന്ന ഐറ്റം എഴുതുമ്പോൾ ടോട്ടൽ പർച്ചേസായ ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസും ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് റിട്ടേൺസ് ഔട്ട്വേർഡ്, വാങ്ങിയത് തിരിച്ചു കൊടുക്കുക, അതുകൊണ്ടാണ് ഔട്ട്വേർഡ് എന്ന് പറയുന്നത്. പർച്ചേസസ് റിട്ടേൺസ് കുറച്ചുള്ള എമൗണ്ട് മാത്രമാണ് ആ പർച്ചേസിൽ കാണിക്കേണ്ടത്. ഇനി ഡയറക്റ്റ് എക്സ്പെൻസും കൂടെ, അതായത് പർച്ചേസിന് ചിലവായ, വിൽക്കാൻ വേണ്ടി വാങ്ങിയ ഗുഡ്സിന് ചിലവായ തുകയും കൂടി കൺസിഡർ ചെയ്യണം. അതുകൊണ്ട് അതിനെ മൊത്തത്തിൽ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയാം. അതിലാദ്യം വരുന്ന സാധാരണ ഈ ഡയറക്റ്റ് എക്സ്പെൻസ്
നമുക്കറിയാം ഒരു ഗുഡ്സ് ഗോഡൗണിലേക്ക് അല്ലെങ്കിൽ വിൽക്കാനായിട്ടുള്ള സ്ഥലത്ത് എത്തിക്കുന്നത് വരെയുള്ള എല്ലാ ചിലവുകളും എന്തൊക്കെയുണ്ടോ ആ ചിലവുകളെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്തിട്ട് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയാം. അതിൽ പ്രധാനപ്പെട്ട് വരുന്ന, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ഐറ്റമാണ് വേജസ് എന്ന് പറയുന്നത്. പർച്ചേസ് ചെയ്ത ഗുഡ്സിന് വേണ്ടി വരുന്ന ലോഡിങ് ആൻഡ് അൺലോഡിങ് ചാർജസും ഈ പറഞ്ഞ പോലെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ചാർജസും ചിലവുകളും വേജസിനകത്താണ് വരിക. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുക വേജസ് ആൻഡ് സാലറീസ് എന്നാണ് കാണുന്നതെങ്കിൽ ആ ഐറ്റം ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കാം. അതേസമയം സാലറീസ് ആൻഡ് വേജസ് എന്നാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതെങ്കിൽ ആ ഐറ്റം എടുക്കേണ്ടത് ട്രേഡിംഗ് അക്കൗണ്ടിലല്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. കാരണം സാലറീസ് കഴിഞ്ഞാണ് വേജസ് വരുന്നതെങ്കിൽ. വേജസ് ആൻഡ് സാലറീസ് ആണെന്ന് വരണമെങ്കിൽ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാം. സാലറീസ് ആൻഡ് വേജസ് എന്നാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് എടുക്കേണ്ടത്. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ പറയാം. അതായത് ഏതെങ്കിലും ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ മെഷീനറി വാങ്ങാനായിട്ടാണ് ഈ വേജസ് കൊടുത്തതെങ്കിൽ അത് പ്രത്യേകിച്ച് വേജസ് എന്ന് പറഞ്ഞിട്ട് ട്രേഡിംഗ് അക്കൗണ്ട് കാണിക്കണ്ട. അത് മെഷീനറി വാങ്ങിക്കാനാണ് ചിലവായി എന്നുള്ളത് കൊണ്ട് കോസ്റ്റ് ഓഫ് മെഷീനറിയുടെ കൂടെ ആ എമൗണ്ട് കൂട്ടുകയാണ് ചെയ്യുന്നത്. അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കാറില്ല. അപ്പോൾ പ്രധാനപ്പെട്ടത് ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റവും ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസസും പിന്നെ അതിന് വരുന്ന ചിലവുകളുമാണെന്ന് ഞാൻ പറഞ്ഞു. ഈ ചിലവുകളിൽ കൂടാതെ, അതായത് സാധാരണ കാണപ്പെടുന്ന കുറച്ച് ചിലവും കൂടെ പറഞ്ഞു പോകാം. ക്യാരേജ് ഇൻവേർഡ്സ് എന്ന് പറഞ്ഞാൽ പർച്ചേസിന് ചിലവാകുന്ന തുകയാണ്. ക്യാരേജ് ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ അത് കൺസെപ്റ്റ് വേറെയാണ്. അത് ട്രേഡിംഗ് അക്കൗണ്ടിലല്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കും. അപ്പോൾ ക്യാരേജ് ഇൻവേർഡ്. പിന്നെ ഫ്രൈറ്റ് എന്ന് പറഞ്ഞ് കേട്ടാൽ അതെടുക്കാം. മാനുഫാക്ചറിങ് എക്സ്പെൻസസ്, ഡോക്ക് ചാർജസ്. ഈ ഡോക്ക് എന്ന് പറഞ്ഞാൽ കപ്പൽ വന്ന് നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും ചിലവാകും. അതായത് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ സെയിൽ നടത്തുന്നതെങ്കിൽ അവിടെ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നേരം ഡോക്ക് ചാർജസ് വരാറുണ്ട്. അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ എടുക്കാം. ദെൻ ഇമ്പോർട്ട് ഡ്യൂട്ടി അല്ലെങ്കിൽ കസ്റ്റം ഡ്യൂട്ടി, ഇത് രണ്ടും നമുക്കറിയാം. ഇമ്പോർട്ടോ എക്സ്പോർട്ടോ ചെയ്യുമ്പോഴാണ് ഇതെല്ലാം വരിക. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇമ്പോർട്ട് ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടോ, കസ്റ്റംസ് ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടോ, അതും ഈ പറയുന്ന ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് എടുക്കണം. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ ഒക്ട്രോൾ എന്ന് പറഞ്ഞൊരു ലൈസൻസ് ഫീ ഉണ്ട്. പ്രത്യേകിച്ച് ഒക്ട്രോൾ സാധാരണ ലോക്കലായിട്ട് കൊടുക്കുന്ന ലൈസൻസ് ഫീ, അതുണ്ടെങ്കിൽ അതും ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാം. ദെൻ റോയൽറ്റി അവസാനമായിട്ട് ഏതെങ്കിലും പ്രോഡക്റ്റിന് പ്രത്യേകം റോയൽറ്റി കൊടുത്താണ് മേടിച്ചതെങ്കിൽ. അപ്പോൾ ഇങ്ങനെ വരുന്ന എക്സ്പെൻസുകളാണ് സാധാരണ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരിക. ട്രേഡിംഗ് അക്കൗണ്ടിലെ എക്സ്പെൻസുകളെല്ലാം ഡെബിറ്റ് ചെയ്യും. സെയിൽസ് ഉൾപ്പെടെയുള്ള റവന്യൂ അല്ലെങ്കിൽ വരുമാനമുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാണ്. ഇനി ക്രെഡിറ്റ് ചെയ്യുന്നതിൽ വരുന്ന ഐറ്റംസ്, ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ്, അതിൽ ആദ്യം പറഞ്ഞത് സെയിൽസ് തന്നെയാണ്. അപ്പോൾ ഈ സെയിൽസിനകത്ത് നേരത്തെ പർച്ചേസിൽ പറഞ്ഞതുപോലെ നെറ്റ് സെയിൽസ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. നെറ്റ് സെയിൽസ് കണ്ടെത്തണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെയിൽസിൽ നിന്ന്, അതായത് ഗ്രോസ് സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺസോ എന്തെങ്കിലും ഡിസ്കൗണ്ട് അലൗ ചെയ്തതോ ഒക്കെ ഇതിൻ്റെ എമൗണ്ട് ആണല്ലോ നമ്മൾ എടുക്കുക. അപ്പോൾ ടോട്ടൽ സെയിൽസ് വന്ന എമൗണ്ടിൽ നിന്ന് എന്തെങ്കിലും റിട്ടേൺസോ അല്ലെങ്കിൽ ഡിസ്കൗണ്ടോ ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്ത് കിട്ടുന്ന നെറ്റ് സെയിൽസാണ് ആദ്യം വരുന്ന ഐറ്റം. ക്രെഡിറ്റ് സെയിലാണ്. രണ്ടാമത് വേറെ ഒന്നുമില്ല, ക്ലോസിംഗ് സ്റ്റോക്ക്. ഈ ക്ലോസിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കഥ പറഞ്ഞതുപോലെ തന്നെ ആ വർഷം അവസാനം ബാക്കി വരുന്ന, അതായത് സെയിൽ നടക്കാതെ ബാക്കി വരുന്ന ഗുഡ്സ് ആണല്ലോ ക്ലോസിംഗ് സ്റ്റോക്ക്. ഈ ക്ലോസിംഗ് സ്റ്റോക്ക് അറിയണത് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ആയതുകൊണ്ട് ട്രയൽ ബാലൻസിൽ ഈ ഐറ്റം വരാറില്ല. ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് പറയാം. ഈ ക്ലോസിംഗ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടായിരിക്കും തരിക. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ ക്ലോസിംഗ് സ്റ്റോക്ക് പരിഗണിക്കുമ്പോഴും മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ്
സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, ഈ മൂന്നും പരിഗണിക്കാം. അപ്പോൾ ഇങ്ങനെ ട്രേഡിംഗ് അക്കൗണ്ട് പൂർത്തിയായി. ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡും ടോട്ടൽ ചെയ്യാം. ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ വരുന്നതെങ്കിൽ ഫേവറബിൾ എപ്പോഴും ഒരു ബിസിനസ്സുകാരൻ ബിസിനസ് ചെയ്യുന്നത് ഒരിക്കലും ലോസ് പ്രതീക്ഷിച്ചല്ല, പ്രോഫിറ്റ് പ്രതീക്ഷിച്ചാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രോഫിറ്റ് ആയിരിക്കും എന്നുള്ള ഒരു കൺസിഡറേഷനിലായിരിക്കും ഇത് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറവാണ്, ടോട്ടൽ ചെയ്തിട്ട് കുറവാണെങ്കിൽ ക്രെഡിറ്റ് സൈഡ് ടോട്ടലിൽ നിന്ന് ഡെബിറ്റ് സൈഡ് ടോട്ടൽ മൈനസ് ചെയ്ത് കിട്ടുന്ന ബാലൻസിങ് ഫിഗറിനെ വിളിക്കുന്ന പേരാണ് ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ ഈ ബാലൻസിങ് ഫിഗർ ഡെബിറ്റ് സൈഡിൽ വരും, കാരണം ക്രെഡിറ്റ് സൈഡിൽ കൂടുതലാണ്, ഡെബിറ്റ് സൈഡിലാണ് കുറവ്. അപ്പോൾ ബാലൻസ് എഴുതുന്നത് ഡെബിറ്റ് സൈഡിലാണ്. അവിടെ ടു ഗ്രോസ് പ്രോഫിറ്റ് എന്ന് എഴുതി രണ്ട് സൈഡിലും ടാലി ചെയ്യും, ടോട്ടൽ കറക്റ്റാക്കും. എന്നിട്ട് ഇവിടെ ഈ ഗ്രോസ് പ്രോഫിറ്റ് ഡെബിറ്റ് ചെയ്തത് കൊണ്ട് അടുത്ത് പ്രിപ്പയർ ചെയ്യുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിലേക്ക് ഈ എമൗണ്ടിനെ കൊണ്ടുപോകും, ഗ്രോസ് പ്രോഫിറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗ്രോസ് എന്ന് പറഞ്ഞതുകൊണ്ട് അത് അയാൾക്ക് മാത്രം എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എക്സ്പെൻസുകൾ ഇൻഡയറക്റ്റ് ആയിട്ടുണ്ട്, അതും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നെറ്റ് പ്രോഫിറ്റ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ബിസിനസ്സുകാരൻ്റെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പറേഷൻ അടുത്ത വരുന്ന വീഡിയോയിലേക്ക് മാറ്റുകയാണ്, അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇങ്ങനെ അക്കൗണ്ടിങ് പ്രോസസ്സാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് വരെ അത് എത്തിയിട്ടുണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ബാലൻസിങ് ഫിഗർ ഗ്രോസ് പ്രോഫിറ്റ് ആണ്. അത് എങ്ങനെ കണ്ടെത്തണം എന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉപയോഗിച്ചത്. സബ്സ്ക്രൈബ് ചെയ്തവർക്കുള്ള നന്ദി ഒരിക്കൽ കൂടെ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.